സ്വന്തം വസതിക്കുള്ളിൽ പോലും പരിഭ്രാന്തിയോടെ കഴിയേണ്ടി വരുന്നൊരു ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. പണ്ടേ നോട്ട് നിരോധനമടക്കമുള്ള തീരുമാനങ്ങൾ അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ച് ശീലിച്ച പ്രധാനമന്ത്രി ഇന്ന് അർദ്ധരാത്രിയിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഭയം കൊണ്ടാണ്. എന്നാൽ ആ അടച്ചുപൂട്ടലുകൾക്കൊന്നും പതർച്ചയെ മൂടിവെക്കാൻ സാധിക്കുന്നില്ല. ഒരു വശത്ത് രാജ്യത്ത് കൊടുമ്പിരി കൊള്ളുന്ന CJP പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ആടി ഉലയുകയാണ്. പാർലമെന്റിലേക്ക് ഇരച്ചെത്തുന്ന ജനകീയ സമരങ്ങളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്രയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എത്രയൊക്കെ ബ്ലോക്ക് ചെയ്താലും ജനരോഷത്തിൻ്റെ ആ തീപ്പൊരി ഈ രാജ്യം മുഴുവൻ പടർന്നു പിടിക്കുന്നു. ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കിടയിലേക്കാണ് ഇപ്പോൾ ഇടിത്തീ പോലെ അടുത്ത തിരിച്ചടിയെത്തുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളുകയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തതോടെ ആഗോള എണ്ണ വിപണി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള വിളികളും ഡൽഹിയെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നു. പോരാത്തതിന് റഷ്യ കൂടി ഇന്ത്യക്കുള്ള എണ്ണ ഡിസ്കൗണ്ടുകൾ വെട്ടിക്കുറച്ചതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുകയാണ്. ഇതിൻ്റെ നേരിട്ടുള്ളൊരു പ്രഹരമാണ് ഇനി ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കുതിച്ചുയരുമ്പോൾ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG നിരക്കുകൾ കുത്തനെ കൂട്ടാൻ BPSL അടക്കമുള്ള പൊതുമേഖലാ കമ്പനികൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എണ്ണവില കൂട്ടുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില മാനത്തോളം ഉയരും. ബാങ്ക് പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നതോടെ സാധാരണക്കാരൻ്റെ EMI ഭാരം ഇരട്ടിയാകും. ചുരുക്കത്തിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് പുറമെ താങ്ങാനാവാത്ത വിലക്കയറ്റം കൂടി ജനങ്ങളെ തെരുവിലിറക്കാൻ പോവുകയാണ്. ഇനിയും ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കാമെന്ന് കരുതേണ്ട എന്ന മുന്നറിയിപ്പാണ് ഡൽഹിയിൽ നിന്നും ഉയർന്നു വരുന്നത്. ഈ ജനരോഷം വെറുമൊരു രാജിയിൽ ഒതുങ്ങിത്തീരില്ല. ഭരണകൂടത്തിൻ്റെ അടിത്തറയിളക്കുന്ന ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ ആവില്ല.